വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാം എൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ട് അതുപോലും ചെയ്യാൻ പോകുന്നുണ്ട്. അത് മാഗിയിലാണ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് മാഗി ഉണ്ടാക്കുന്ന വീഡിയോ. ഇത് അതുപോലത്തെ തന്നെയാണ്, പക്ഷേ ഇതിൽ കൂടെ മുട്ടയും കൂടെ ആഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഡിഷാണ്. പക്ഷെ എന്താവും ആ യൂട്യൂബ് റീൽസിൽ കണ്ടതുപോലെ ആവോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ബാ. അപ്പോൾ ആദ്യം എടുക്കുന്നത് മുളകാണ് കേട്ടോ. മുളക് 1 2 എന്നുവെച്ചാൽ എരിവിനനുസരിച്ച് എത്ര വേണം നിങ്ങൾക്ക് ഇടാം. എനിക്കിപ്പോൾ എരിവ് കുറവ് മതിയെന്ന് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു സവാളയും കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ ഒരു സവാള എടുത്തു. അങ്ങനെ അത് അരിയാണ് കേട്ടോ. ഈ അരിയണ പാട് നല്ല ടാസ്ക്കാണ്. ഞാൻ അങ്ങനെ സവാള ഒന്നും അരിയാറില്ല. അരിയും അത്യാവശ്യത്തിന് മാത്രം. കണ്ണ് നേരി കണ്ട ഇതാണ്. ഞാൻ പണ്ട് ആരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉപ്പിങ്ങനെ തുറന്ന് വച്ച കണ്ണ് നീറില്ല കരയില്ലെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനും ഒന്ന് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഞാൻ ഉപ്പ് തുറന്ന് വച്ചിട്ടുണ്ട്, എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഞാൻ അരിയാണ്. പക്ഷേ കണ്ടോ, ഇത് തുറന്ന് വച്ചെങ്കിൽ ഞാൻ അതിനെ അടപ്പിൽ തട്ടി കുറച്ചും കൂടെ വെച്ച്. ഗൈസ്, ഇത് പാളിപ്പോയതാണ്. ഞാൻ കരയുന്നുണ്ട്. ഇത് ഉപ്പ് വച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത്തുകൂടെ കരയണം. അങ്ങനെ ഞാൻ രണ്ടും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണ്ടത് ഒരു മുട്ട. 1 2 മുട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 1 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ 2 എടുക്കാം. മാഗിയുടെ അളവ് പോലെ മുട്ട എടുക്കാം. അപ്പം ഞാൻ മുട്ട എടുത്ത് നല്ലോണം അത് കുലുക്കി നല്ലോണം നല്ല മഷി രൂപത്തിലാക്കണം. അത് കഴിഞ്ഞിട്ട് മാഗി ഞാൻ 2 ആയിട്ട് എടുത്തത്. 2 ഇപ്പി മാഗിയാണ് എടുത്തത്. 2 ഞാൻ പൊട്ടിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പൊടിയും 2 പൊടി എടുക്കുക. 1 എടുക്കണം, 1 പൊടി എടുക്കണവർക്ക് 1 പൊടി, 2 പൊടി എടുക്കണം, 2 എടുക്കണം. ഞാൻ 2 എടുത്തിട്ടുണ്ട്. 2 ഞാൻ തട്ടി പാത്രത്തിൽ. അങ്ങനത്തെ ഇനി അടുത്ത് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം ഗ്യാസ് കത്തിച്ചു. ഗ്യാസിൽ വേണമെങ്കിൽ ഗ്യാസിൽ വയ്ക്കാം, അടുപ്പിൽ ഞാൻ ഗ്യാസിലായിട്ട് വെച്ചാൽ അതിന് കുറച്ച് ഓയിൽ, ഇഷ്ടമുള്ള ഓയിൽ, ഇപ്പോൾ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല, എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഈ മുട്ട, നമ്മൾ നേരത്തെ എടുത്ത മുട്ട, നമ്മൾ ഈ മുട്ട തോണ്ടി എടുക്കുക. അത് വലുതായിട്ട് ചെറുതായിട്ട് നമ്മൾ ഈ നല്ല ഇതിലായിട്ട് എടുക്കുന്നത്, നല്ല ഓവറായിട്ട് നമ്മൾ കിണ്ടണ്ട. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിന്. എന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഈ ഒരു മെറൂൺ കളറായിട്ട് വരുമ്പം ഒരു പാത്രത്തിലോട്ട് മാറണം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ആ എടുത്ത ചട്ടി തന്നെ വെച്ചിട്ട് അതിൽ പിന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ, ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയും മുളകും കൂടെ എടുത്ത് നല്ലവണ്ണം ഇളക്കി അതൊരു ചുവപ്പ് കളർ പോലെയൊക്കെ ആയി വരുമ്പോൾ ഇതിൽ നമ്മൾ വെള്ളം വീത്തിക്കണം ആവശ്യത്തിന്. എന്നുവെച്ചാൽ നമ്മൾ എത്ര മാഗിയാണ് എടുത്താൽ മാഗി നിൽക്കാനുള്ള ഇതിൽ വെള്ളം നമ്മൾ ഒഴിക്കണം. അപ്പം ഞാൻ 2 മാഗി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാഗി എടുത്ത് 2 പൊട്ടിച്ച് അതിലിടണം കേട്ടോ. 2 മാഗി പൊട്ടിച്ചിട്ട ഇത്തുകൂടെ ഇത്തുകൂടെ എളുപ്പത്തിന് വേവും. അല്ല നമ്മൾ അല്ലാതെ ഇട്ടാൽ കുറച്ച് എടുക്കാം. എന്നാലും ഞാൻ ഇട്ട വെള്ളം ശരിയാവത്ത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മാഗി കൂടിയപ്പോയുണ്ട്, ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കാനായിട്ടാ. കണ്ടോ, അതിനിടയ്ക്ക് കറണ്ട് പോയി ഗൈസ്. അപ്പം പിന്നെ ഞാൻ ഫോണിൽ വെട്ടത്തിൽ വെച്ചാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മാഗിയുടെ പൊടി ഫുള്ള് അങ്ങ് തട്ടി കൊടുക്കണം. 2 പൊടി എടുത്തിട്ടുള്ളൂ, 2 തട്ടി കൊടുക്കണം. 1 എടുത്തിട്ടുള്ളൂ, 1 തട്ടി കൊടുക്കണം. ഞാൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളതുകൊണ്ട് 2 ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അങ്ങനെ നല്ലോണം അടുപ്പിരുന്ന് തിളയ്ക്കണം. അപ്പം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് അടുത്തത് ഇതാണ്. അപ്പോൾ ഇതങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരത്തെ മുട്ട ഇതാക്കി വെച്ചില്ല, അതിനെടുത്ത് ഇതിൽ കൂടെ തട്ടി കൊടുത്തിട്ട് അതും കൂടെ ഇതിൽ കൂടെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടെ വറ്റി കഴിഞ്ഞതിന് ശേഷം മാഗി നമ്മൾ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരെ ബൈ.